നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും ഒറ്റുനോക്കുന്ന, പ്രേക്ഷകർ ഒറ്റുനോക്കുന്ന, കുടുംബങ്ങൾ ഒറ്റുനോക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ആതിരയും നൂറയും. അവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ അവർ വളരെ സൈലൻ്റാണ്, വളരെ മോശമായിട്ട് സംസാരിക്കില്ല, അവർ വളരെ ക്ലീനാണ്, അവർ യാതൊരു വക പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല, അവർ നല്ല അസല് കുട്ടികളാണ്. അതിൽ നമുക്ക് യാതൊരു തർക്കമില്ല. നമുക്ക് തർക്ക വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ എനിക്കുള്ള തർക്ക വിഷയമല്ല, പൊതുവെ ആൾക്കാർ പറയുന്നത്, അവരെക്കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അവരെക്കുറിച്ച് ഒരു മറിച്ചുള്ള അഭിപ്രായമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ മുൻജന്മത്തിലെ ഒരു ഭയങ്കര ഇണപിരിയാത്ത ഒരു സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മരിച്ചപ്പോൾ അവർ ഈ ജന്മത്തിൽ അവർ രണ്ട് പെണ്ണുങ്ങളായി അവരങ്ങനെ ഈ ജന്മത്തിൽ വന്ന് ജനിച്ചു എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. എൻ്റെ ശാസ്ത്രത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ സമൂഹം പറയണത് എന്താ വെച്ചാൽ, ആണും എങ്ങനെ കല്യാണം കഴിക്കും, പെണ്ണും അങ്ങനെ കല്യാണം കഴിക്കും, അതിനെങ്ങനെ കുടുംബക്കാർ സപ്പോർട്ട് ചെയ്യും. നടക്കുന്നുണ്ടായിരിക്കാം അമേരിക്ക അങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടെ കുടുംബ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അത്ര ശക്തമാണ്. ആ ശക്തമായ സ്ഥലത്ത് ഇങ്ങനെയുള്ള ബന്ധം ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അവരെ കുടുംബക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, നാട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, സുഹൃത്തുക്കൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെ അവരെല്ലാവരും പറയുന്നത് ലൈംഗിക വൈകൃതം എന്നാണ് അവർ പറയുന്നത്. ഇത് ഒരു സമുദായത്തിൽ ഇത് അംഗീകരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇവിടെ ആരും പറയണില്ല. പക്ഷേ കോടതിയിൽ അവർക്ക് കോടതിക്ക് ഒരു തെറ്റല്ല. കാരണം എന്താ, അവർക്ക് പ്രായപൂർത്തിയായ ആൾക്കാരാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ആർക്കും കോടതിക്കൊരു എതിരഭിപ്രായമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെ ഈ ഏഷ്യാനെറ്റിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ബഹുമാനിക്കുന്ന, സമൂഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. കേണൽ പദവി കൊടുത്തിട്ട് ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പത്മശ്രീ കിട്ടിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജനപ്രീതി നേടിയ ഒരു പ്രോഗ്രാമാണ്. അത് ജനലക്ഷങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനലക്ഷങ്ങൾ കാണുന്ന ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാമിൽ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്നു നിന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഇനിയുള്ള തലമുറ എന്ത് എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ ചെയ്ത പോലെ തന്നെ മലപ്പുറത്ത് വേറൊരു ഇതുപോലെ രണ്ട് പെണ്ണുങ്ങൾ അവിടെ നിന്ന് പോയി കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും പറയുന്നില്ല. അങ്ങനെ അവരും കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് മാധ്യമങ്ങൾ കിട്ടുന്ന പ്രത്യേകത, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു, അവരെല്ലാവരും ഒറ്റുനോക്കുന്നു. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പോലെ ബിഗ് ബോസ് പോലൊരു ഷോയിലേക്ക് അവരെ മത്സരാർത്ഥികളായിട്ട് വിളിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പളവളപ്പും ഇതിൻ്റെ മെനുമെനുപ്പും ഇതിൽ കിട്ടുന്ന പൈസയും ഇതിന് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ കാണുമ്പോൾ, പോരാത്തിന് മോഹൻലാൽ പോലെ ആങ്കറായിട്ട് വരുന്നൊരു പ്രോഗ്രാമിൽ ഇത് കണ്ടിട്ട് ഇനി ഇതും ആവർത്തിച്ച് ഇതുപോലെ ഇങ്ങനെ നടക്കുമോ എന്നാണ് നമ്മുടെ ജനം ചോദിക്കുന്നത്. ജനങ്ങൾ ചോദിക്കുക, ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്, ഏഷ്യാനെറ്റ് കൊടുക്കുന്നത്, മോഹൻലാൽ കൊടുക്കുന്നത്? മോഹൻലാൽ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ അദ്ദേഹത്തിന് ഇന്നത്തെ സ്ഥാനം വെച്ചിട്ട്? അപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇതെൻ്റെ അഭിപ്രായമാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ പലർക്കും സംഭവിക്കാം. ചിലപ്പോൾ ഒരു പെണ്ണിന് ആ പെണ്ണിനെ പോലെ തന്നെ വേറൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു സ്നേഹം തോന്നാം, ആണുങ്ങളോടില്ലാത്തൊരു പ്രേമം തോന്നാം. അങ്ങനെ എത്രയോ കേസ് നമ്മുടെ കേരളത്തിലുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളോട് സ്നേഹം തോന്നാം, പ്രേമം തോന്നാം, പക്ഷെ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമല്ല ഉള്ളൂ. അവരിതുപോലെ ഈ ബന്ധം കൊണ്ട് നടക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളും ഒരുപാട് ആണുങ്ങളുണ്ട്. ഇവർ ബോൾഡായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇവർ ബോൾഡായിട്ട് ഇവരതിനുള്ള നിയമയുദ്ധത്തിലൂടെ അതിനുള്ള അംഗീകാരം മേടിച്ചെടുത്ത് അവരൊരുമിച്ച് ജീവിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ.
പല ആൾക്കാരും അല്ലീഗലായിട്ട് ചെയ്യുന്ന കാര്യം ഇവർ ലീഗലായിട്ട് ചെയ്തു എന്ന് മാത്രമല്ലല്ലോ, ഇവർക്ക് ഇന്നാ നാളെ വേണ്ടാന്ന് തോന്നി അവർ പിരിഞ്ഞോട്ടെ. പക്ഷേ മോഹൻലാലും ഏഷ്യാനെറ്റും ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, മോഹൻലാലും ഏഷ്യാനെറ്റും ഇതിന് സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഇതിനെ ഇവരതിൽ കൊണ്ടുവന്നിട്ട് അവർക്കൊരു അജണ്ടയുണ്ട്. എന്താണ്? ഇവർക്കൊരു കുടുംബ ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ എല്ലാവരും കുടുംബങ്ങളും വരും. ആതിരയുടെയും നൂറയുടെയും കുടുംബങ്ങൾ വരാനുണ്ടോ? ഇതിൽ പല പ്രാവശ്യം ആതിര പറയുന്നുണ്ട്, എൻ്റെ വാപ്പോട് എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ ഉമ്മോട് എനിക്ക് ഇഷ്ടമാണെന്ന്, ഉമ്മയോടും എനിക്ക് വളരെയധികം സ്നേഹമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ അവർ ബിഗ് ബോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, രണ്ട് കുടുംബങ്ങളും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ. അപ്പോൾ ഇത് കണ്ട് എന്താവും, ഒരു 100 ദിവസം ആകുമ്പോഴേക്കും ഈ നമ്മുടെ നൂറയും ആതിരയും ചെയ്തത് തെറ്റല്ല എന്ന് ചിലപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് തോന്നാം. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പോലുള്ളൊരു വ്യക്തി അവരെ കുടുംബത്തിലേക്ക് വിളിച്ച് അവരുടെ കുടുംബക്കാരോട് സംസാരിച്ചാൽ ചിലപ്പോൾ ഇതിനൊരു പരിഹാരം കാണാം. അവരെ കുടുംബങ്ങൾ നമുക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ കാണാം. അതൊരു വലിയൊരു കാര്യമല്ലേ? ഈ കുട്ടികളുടെ അച്ഛനമ്മയും വരുമ്പോൾ അവർ തമ്മിലുള്ള സെൻറ്റിമെൻറ്റ്സ്, ഇവർ ഒരുമിച്ച് ഇങ്ങനെ ഭാര്യയും ഭർത്താവായി ജീവിക്കുമ്പോഴും ഇവരെ മനസ്സിൽ അച്ഛനും അമ്മയും ബന്ധുക്കളും സഹോദരങ്ങളും ഒന്നും മരിച്ചിട്ടൊന്നുമില്ല. അവർക്ക് എന്താ അന്വേഷിച്ചൊന്നും ഇല്ലല്ലോ. അവരവിടെ സ്നേഹമുണ്ട്, ഉമ്മോട് സ്നേഹമുണ്ട്, വാപ്പോട് സ്നേഹമുണ്ട്. പക്ഷേ മുൻജന്മ കർമ്മം അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതിനൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ മുൻജന്മ കർമ്മം അവിടെ അവസാനിക്കും. ഈ ബിഗ് ബോസോട് കൂടിയിട്ട് ഇത് അവസാനിച്ചാൽ 2 കുട്ടികളും 2 വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു തീരുമാനം എടുത്താൽ, ആ തീരുമാനം എടുത്ത മോഹൻലാലും ഏഷ്യാനെറ്റും അഭിനന്ദനം അർഹിക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ളൊരു തുടക്കമായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ? അപ്പോൾ അതുവരെയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ മോഹൻലാൽ ഇതിൽ വന്നുകൊണ്ട് മോഹൻലാൽ ഒരു ഷോയിൽ വരുമ്പോൾ അതിന് വരുന്ന മത്സരാർത്ഥികളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. മോഹൻലാൽ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ദമ്പതികൾ, ലെസ്ബിയൻ ദമ്പതികൾ ഇവിടെ വന്നത്. ഇതിനു മുമ്പും ഇവിടെ ഫാമിലി വന്നിട്ട് ഇവർ 2 പേരും കൂടി വരുന്നത് ഒരാളായിട്ട് അവിടെ കണക്കാക്കുള്ളൂ. ഇവർക്ക് കിട്ടുന്ന പൈസ, ഒരാൾക്ക് കിട്ടുന്ന പൈസയും ഇവർ 2 പേർക്കും കൂടി കൊടുക്കുക. അതുപോലെ തന്നെ ഇവർ പുറത്താവുമ്പോൾ 2 പേരും ഒരുമിച്ചാണ് പുറത്താവുക. അങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ഒരു സംഗതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ ഇവർക്ക് ഇങ്ങനൊരു ശുഭമായിട്ട് ഇങ്ങനൊരു പര്യവസാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും കൈയടിച്ച് പാസ്സാക്കില്ലേ? മോഹൻലാലിന് ഒരുപാട് അഭിനന്ദനങ്ങൾ വരില്ലേ? ഏഷ്യാനെറ്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ വരില്ലേ? പിന്നെ ഇതിപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കേൾക്കുമ്പോൾ അമ്മമാരും ശരിക്കും പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വയ്ക്കും. ഈ കുട്ടികൾക്ക് എന്ത് പറ്റി എന്ന് വിചാരിച്ച് ഇവർ മൂക്കുമ വിരൽ വയ്ക്കും. അത് സത്യമാണ്. പക്ഷേ മനുഷ്യ മനസ്സിനെ ആർക്കും, ഒരാൾക്കും പോലും അത് അതിൻ്റെ ആഴങ്ങളിൽ ചെന്ന് എന്താ അവിടെ നടക്കണമെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയില്ല. നമുക്കൊക്കെ തലച്ചോറുണ്ട്. ആ തലച്ചോറ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുക, അടുത്ത നിമിഷം എന്തൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ തലച്ചോറ് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൂടെ നമ്മൾ പുറത്തു വരുമ്പോൾ അത് പല തീരുമാനങ്ങളും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവരിത് പല പ്രാവശ്യം ആലോചിച്ച് ഇവരെ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൃഢമായിട്ട് എടുത്തുള്ള തീരുമാനം, ബോൾഡായിട്ട് എടുത്തുള്ള തീരുമാനം. ആ തീരുമാനത്തിനെ നമുക്കിപ്പോൾ ഒരു ഷോയിൽ കൂടെ ആ തീരുമാനത്തിനെ മാറ്റാനായിട്ട് നിഷ്പ്രയാസം മോഹൻലാൽ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ മോഹൻലാൽ ഇങ്ങനെയുള്ള തെറ്റായുള്ള ഒരു സമൂഹത്തിൽ തെറ്റായൊരു പ്രവണത കൊടുക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ മോഹൻലാൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. മോഹൻലാൽ ഇതിന് കൃത്യമായിട്ട് അജണ്ടയുണ്ട്, ഇതിനൊരു പര്യവസാനമുണ്ട്. അവസാനമാകുമ്പോൾ ബിഗ് ബോസിലെ തിളങ്ങുന്ന 2 താരങ്ങളായിട്ട് ആതിരയും നൂറയും മാറുകയും ചെയ്യും, ഒപ്പം മോഹൻലാലും. ഈ സീസണിൽ മറ്റുള്ള ഒരു മത്സരാർത്ഥികളോടും ഇതുവരെ പ്രേക്ഷകർക്ക് ഒരു മമതയും വന്നിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർ ഉയർന്ന് ചിന്തിച്ച് കളിയെ തുടങ്ങിയിട്ടില്ല, 2 ആഴ്ചയായിട്ടുള്ളൂ. അങ്ങനെ ഓരോരുത്തരും ഉയർന്നു വരണം. ഇപ്പം എല്ലാവരും ഉറക്കം തൂങ്ങിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആതിരേനെയും നൂറേനെയും കുറിച്ച് ഇത്രയും പറഞ്ഞത് കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.